ഹലോ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് SCERTയുടെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, ഗിവൺ ഹിയർ സം സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ പിക്ചർ. ഈ ചിത്രത്തിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആദ്യം ചിത്രം എന്താണെന്ന് നോക്കാം. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ 144 ഡിഗ്രി അളവിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഡിവൈഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഈ സർക്കിളിൻ്റെ 2/5 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 1/3 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. 1/3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 2/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. 2/10 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 4/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. 4/10 10ൽ 4 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതായിരുന്നു, ഒരു സർക്കിളിൻ്റെ ഡിഗ്രി തന്നിരുന്നാൽ, അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന കോണളവ് തന്നിരുന്നാൽ നമുക്ക് പാർട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് പാർട്ട് കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന ഡിഗ്രി ഏതാണോ അതിനെ എന്ത് ചെയ്യാം, 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 144നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ഫോമിലോട്ട് എഴുതണം അല്ലേ. ഇവിടെ 144ഉം 360ഉം ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ 144നെയും 360നെയും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 2s are 14, 2 2s are 4. അതുപോലെ 360നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 is 2, 8 2s are 16. അപ്പോൾ 180 എന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന 144നെ എന്താണെന്ന് എനിക്ക് എഴുതാൻ പറ്റും, 72 × 2 എന്ന് എഴുതാം. അതുപോലെ 360നെ എന്തെന്ന് എഴുതാം, 180 × എന്ത് എഴുതാം, 2 എന്ന് എഴുതാം. വീണ്ടും 2ഉം 2ഉം ക്യാൻസലാക്കി കളഞ്ഞു. കുറച്ചുകൂടി ഒന്ന് ചെറുതായി എന്താകും, 72/180 എന്ന് കിട്ടും അല്ലേ. നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം. 72നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 6 2s are 12, 36 ആണ് കിട്ടുന്നത്. അതുപോലെ 180 എന്ത് ചെയ്യുക, താഴെ ഏത് വെച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് തന്നെ മുകളിൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഒരേ നമ്പർ പോലെ വെച്ച് ഡിവൈഡ് ചെയ്ത് ക്യാൻസലാക്കി കളയുക കേട്ടോ. 9 2s are 18, 90 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 72നെ എങ്ങനെ എഴുതാം, 36 × 2 എന്ന് എഴുതാം. 180 എങ്ങനെ എഴുതാം, 90 × 2 എന്ന് എഴുതാം. വീണ്ടും 2ഉം 2ഉം ക്യാൻസലായിപ്പോയി. ഇനി നമുക്ക് ബാക്കിയുള്ളത് 36/90 ആണ്. ഇനി നമുക്ക് ടേബിൾ നോക്കുമ്പോൾ 9ൻ്റെ ടേബിളിൽ എന്തുണ്ട്, 90 ഉണ്ട് അല്ലേ. 9ൻ്റെ ടേബിളിൽ 90 ഉണ്ട്. 10 9 ആണ് 90. 10 9s are 90. ആ 9ൻ്റെ ടേബിളിൽ 36 ഉണ്ടോ എന്ന് നോക്കൂ. ഉണ്ടല്ലോ. 4 9s are അല്ലേ 36. അപ്പോൾ 36നെ നമുക്ക് 4 × 9 എന്ന് എഴുതാം. 90 എങ്ങനെ എഴുതാം, 10 × 9 എന്ന് എഴുതാം. അപ്പോൾ 9ഉം 9ഉം ക്യാൻസലായിപ്പോയി. 4/10 എന്ന് എഴുതാം. 4/10നെ കുറച്ചുകൂടി ചെറുതാക്കുമ്പോൾ എന്ത് വരും, 2 2s are 4, 5 2s are 10. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് മാറ്റുമ്പോൾ 2/5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കൂ, ഏതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്താ കിടക്കുന്നത്, 2/5 പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലേ. പക്ഷെ നമ്മൾ അതല്ല എഴുതേണ്ടത്, പുതിയ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് നമുക്ക് കിട്ടി. 2/5 പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഇനി ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്ന ഓപ്ഷൻ എന്താണ്, ഓൺലി 1 കറക്റ്റ്. 1 and 4 are correct. 1 and 2 are correct. 4 only correct. നമുക്കിപ്പോൾ എന്താ കറക്റ്റായിട്ട് കിട്ടിയത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ലേ കറക്റ്റ് കിട്ടിയത്. അത് ഏത് ഓപ്ഷനിലാണ് കിടക്കുന്നത്, എ എന്ന ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എ എന്ന ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ കറക്റ്റ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് ആൻസർ കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ ദ ഫിഗർ ഇൻ ഗിവൺ മെഷർമെൻറ്റ്സ്. ഈ തന്നിരിക്കുന്ന ചിത്രത്തിലെ അളവുകൾ പ്രകാരം ചിത്രം വരയ്ക്കാനാണ്. നമുക്ക് ചിത്രം വരയ്ക്കാം. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്, 6 സെൻറ്റിമീറ്റർ ആണ്. സ്കെയിൽ എടുക്കുക, 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ. ഇനി ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, അത് എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രി പ്രൊട്രാക്ടർ എടുത്ത് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക, 6 സെൻറ്റിമീറ്റർ. ദെൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം കേട്ടോ. AB എന്ന് പേര് കൊടുത്തിട്ട് എയിൽ നിന്ന് നമുക്ക് 4 സെൻറ്റിമീറ്റർ, എയിൽ നിന്ന് നമുക്ക് 90 ഡിഗ്രി മുകളിലോട്ട് എടുക്കാം. 90 ഡിഗ്രി മുകളിലേക്ക് എടുക്കുക. ഇവിടെ 90 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, എത്രയാണ്, 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഒന്നുകിൽ കോമ്പസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് തന്നെ നമുക്ക് എന്താണ് 4 സെൻറ്റിമീറ്റർ കണ്ടോ, 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ആ പോയിൻ്റ് നമുക്കൊരു പേര് കൊടുക്കാം, സി എന്ന പേര് കൊടുക്കുക. അവിടെ എത്ര സെൻറ്റിമീറ്ററാണ്, 4 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ഒരു മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആംഗിളിൻ്റെ 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ബിയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 60 ഡിഗ്രി എടുക്കാം. ഇവിടെ ബി എന്ന പോയിൻറ്റിൽ കൊണ്ടുവച്ച് 60 ഡിഗ്രി എടുക്കുക, 60 ഡിഗ്രി. ഇനി എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് ആ പോയിൻറ്റിലേക്ക്
നീട്ടി വരയ്ക്കുക. അവിടെ എത്ര സെൻറ്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്? 4.5 സെൻറ്റിമീറ്ററാണ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ സ്കെയിലിൽ 4.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ദെൻ ഇവിടെ 2 പോയിൻറ്റ്, ഇവിടെ 4.5 അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നമുക്ക് D എന്ന് കൊടുക്കാം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് വരയ്ക്കുക. ബാക്കി ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയുക. ഇവിടെ എത്രയാണ്? 4.5 ആണ്. ഓക്കെ, ഇങ്ങനെ ചിത്രം വരയ്ക്കാമല്ലോ. ഇവിടെ നമ്മൾ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി. നേരത്തെ നമ്മൾ ചിത്രം വരച്ചത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ B പാർട്ടായിരുന്നു കേട്ടോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ മെഷർ ഓഫ് ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഗിവൺ ബിലോ ഹൂസ് വോളിയം ഈസ് 48 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ വോളിയം എത്രയാണ്? 48 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. അങ്ങനെ ആകണമെങ്കിൽ അതിൻ്റെ അളവുകൾ എത്രയാണ്? അതായത് നീളവും വീതിയും ഉയരവും ഒക്കെ, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എത്ര വീതം എടുത്താൽ നമുക്ക് വോളിയം 48 കിട്ടുമെന്നല്ലേ? നമ്മൾ പഠിച്ചത് എന്താണ്? വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് വോളിയം കിട്ടുന്നത്. അപ്പോൾ ഈ 3 അളവുകളിൽ 3 എണ്ണം ഇൻറ്റു ചെയ്യുമ്പോൾ ഏത് 3 അളവുകൾ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 48 കിട്ടണമെന്ന് നോക്കാമല്ലോ. 4 ഇൻറ്റു 3 ചെയ്താൽ 12, 12 ഇൻറ്റു 3 36, അല്ല 6 ഇൻറ്റു 4 24, 24 ഇൻറ്റു 2 എത്രയാ? 48 അല്ലേ? നോക്കൂ, 6 ഇൻറ്റു 4 ഇൻറ്റു 2, 6 ഇൻറ്റു 4 എത്രയാ? 24 അല്ലേ? 24 ഇൻറ്റു 2 എത്രയാ? 48 അല്ലേ? അപ്പോൾ ഏത് അളവുകൾ എടുക്കുമ്പോഴാണ് നമുക്ക് വോളിയം 48 കിട്ടുന്നത്? ബി, ഓപ്ഷൻ ബി. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ. എ റെക്റ്റാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദാറ്റ് അക്വേറിയം ഹോൾഡ്? ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലിരിക്കുന്ന അക്വേറിയത്തിൻ്റെ അകത്തെ അളവുകളാണ്. ലെങ്ത് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദ അക്വേറിയം ഹോൾഡ്? ഈ അക്വേറിയത്തിൽ എത്ര വെള്ളം കൊള്ളും? നമ്മളത് ലിറ്ററിലാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര വെള്ളം കൊള്ളും ഹോൾഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കപ്പാസിറ്റിയാണ് അല്ലേ? കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ചോദ്യത്തിലെ ബി പാർട്ട് ക്വസ്റ്റ്യൻ കപ്പാസിറ്റി കാണുന്നതായിരുന്നു. അപ്പോൾ കപ്പാസിറ്റി ഈക്വൽസ് എങ്ങനെ എഴുതുന്നത്? കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടുത്തെ ലെങ്ത് എത്രയായിരുന്നു? 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ അല്ലേ? 50 ഇൻറ്റു 40 എത്രയാണ്? 5 ഇൻറ്റു 4 എത്രയാണ്? 20. 2 സീറോയും കൂടെ കൊടുക്കുമ്പോൾ 2000 ഇൻറ്റു 25. ഇവിടെ 2 ഇൻറ്റു 25 എത്രയാണ്? 50 അല്ലേ? പിന്നെ ഈ 3 പൂജ്യവും കൂടി ചേർത്ത് കൊടുക്കുക. അത്രയും നമുക്ക് ക്യൂബിക് സെൻറ്റിമീറ്ററിലാണ് കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തിലാണ്? ലിറ്ററിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ലിറ്ററിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 സീറോസ് ക്യാൻസലായി പോവും. നമുക്ക് ആൻസർ ലിറ്റർ കിട്ടും. എത്രയാണ് ആൻസർ? 50 ലിറ്റർ. ഓക്കെ, അതിൽ തന്നെ സി പാർട്ട് ചോദ്യം. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം അപ് ടു എ ഹൈറ്റ് ഓഫ് 20 സെൻറ്റിമീറ്റർ? അതായത് അക്വേറിയത്തിൽ 20 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? അപ്പോൾ ഇവിടുത്തെ ആകെ ഹൈറ്റ് 25 ആയിരുന്നല്ലോ. ഇവിടെ ഈ ഹൈറ്റ് നമുക്ക് 20 സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ അളവുകൾ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ അത് തന്നെയാണ്. നമുക്ക് എന്ത് മാത്രം മാറ്റി കൊടുത്താൽ മതി? ഹൈറ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ സി പാർട്ടിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ ഹൈറ്റ് എത്രയായിട്ട് എടുക്കുക? 20 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക. ബാക്കി ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ നേരത്തെ എടുത്ത അതേ അളവുകൾ തന്നെ എടുക്കുക. ഹൈറ്റ് മാത്രം നമ്മൾ 20 സെൻറ്റിമീറ്റർ ഉയരത്തിലല്ലേ വെള്ളം വേണ്ടത്. അപ്പോൾ ഹൈറ്റ് മാത്രം 20 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് കപ്പാസിറ്റി കണ്ടുപിടിച്ചാൽ മതിയാകും. എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? 20 ഇൻറ്റു 50 ഇൻറ്റു 40. 2 ഇൻറ്റു 5 10 ആണ്. 2 സീറോ കൂടെ ചേർത്ത് കൊടുക്കുക. ഇൻറ്റു 40. 4 ഇൻറ്റു 1000 എത്രയാണ്? 4000. പിന്നെ ഒരു പൂജ്യം കൂടി. അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അതിന് നമുക്ക് ലിറ്ററിലോട്ട് മാറ്റണം. ലിറ്ററിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 പൂജ്യം ക്യാൻസലായി പോയിട്ട് എത്ര വരും? 40 ലിറ്റർ. ആൻസർ എത്രയാണ്? 40 ലിറ്റർ. ദ തേർഡ് ക്വസ്റ്റ്യൻ ഹാസ് 2 ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, 3A ആൻഡ് 3B. 3Aയും 3Bയും. ഇവയിൽ എന്ത് ചെയ്താൽ മതി? യു ഓൺലി നീഡ് ടു ആൻസർ വൺ ഓഫ് ദം. ഇവയിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അതായത് മൂന്നാമത്തേൽ A ക്വസ്റ്റ്യനുമുണ്ട്, B ക്വസ്റ്റ്യനുമുണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ആൻസർ എഴുതിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ടും ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തേൽ A പാർട്ട് ചോദ്യം.
ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റീസൺസ് ഗിവൺ ബിലോ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു റീസണും തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? അനദർ ഫോം ഓഫ് 1/3 വിത്ത് 15 ആസ് ഡിനോമിനേറ്റർ ഈസ് 5/15. അതായത് മൂന്നിലൊന്നിനെ നമുക്ക് ഡിനോമിനേറ്റർ 15 ആക്കി എഴുതാൻ പറ്റും അല്ലേ? മൂന്നിലൊന്നിനെ 15 ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ആ 15 ആയിട്ട് എഴുതാൻ പറ്റുന്ന ഫ്രാക്ഷൻ ഏതെന്നാണ് പറയുന്നത്? 5/15 ആണെന്ന്. അതിനുള്ള കാരണം, റീസൺ പറഞ്ഞിരിക്കുന്നത് ഇഫ് 1 ആൻഡ് 3 ഇൻ 1/3 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 5 വി ഗെറ്റ് 5/15. ഈ 1/3 എന്ന ഫ്രാക്ഷനിലെ 1നെയും 3യെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 5/15 കിട്ടുന്നതെന്ന്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1/3യെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റുമെന്ന്? 5/15 ആയിട്ട് എഴുതാൻ പറ്റുമെന്ന്. അതെങ്ങനെയാണ് നമുക്കറിയാമല്ലോ. 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 15 ആവും. മുകളിൽ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? 5 ആവും. ഓക്കെ, 1/3യെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? 5/15 ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ് എഴുതിയത്? 1നെയും 3യെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തു? 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ അപ്പോൾ നമുക്കിവിടെ പറയേണ്ട ഏത് ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, റീസൺ കറക്റ്റ് അല്ല എന്ന്. റീസണും കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ് അല്ലേ? ആദ്യം പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? അനദർ ഫോം ഓഫ് 1/3. 1/3യുടെ മറ്റൊരു ഫോം എന്ന് പറയുന്നത് 5/15 ആണ്. അതിനെ 15 വെച്ച് ഡിനോമിനേറ്റർ ആക്കി എഴുതാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? 1/3യെ എന്ത് ചെയ്യാം? മുകളിലും താഴെയും 1നെയും 3നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 5/15 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ തന്നിരിക്കുന്ന റീസണും എന്താണ്? കറക്റ്റാണ്. അപ്പോൾ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ബി പാർട്ട് ചോദ്യം. റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 ആൻഡ് 1/5 ദാറ്റ് ഹാവ് സെയിം ഡിനോമിനേറ്റർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അതായത് 3-1നെയും 5-1നെയും സെയിം ഡിനോമിനേറ്റർ ആയിട്ടുള്ള രണ്ട് ഫോമുകളിൽ എഴുതുക, രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതുക. അപ്പോൾ അതൊക്കെ പഠിച്ചതാണ്. 1/3 ഉണ്ട്, 1/5 ഉണ്ട് അല്ലേ? 1/3 ഉണ്ട്, 1/5 ഉണ്ട്. 1/3യെ നമുക്ക് 5 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ 5/15 എന്ന് എഴുതാം. അതുപോലെ 1/5നെ മുകളിലും താഴെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്തെഴുതാം? 3/15 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ രണ്ടിനെയും നമുക്ക് 5/15 ഡിനോമിനേറ്റർ സെയിം ആക്കി എഴുതാൻ പറ്റിയല്ലോ. ഇനി ഒരു ഫോമും കൂടെ, രണ്ട് ഫോമുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയ 5/15 തന്നെ 3/5നെ 15 തന്നെ നമുക്ക് എടുത്ത് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, വേറൊരു രൂപ ആയിക്കോളും. 5/15നെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്തോ, മുകളിലും താഴെയും എത്രയാവും? 10, താഴെ എന്താവും? 30. അതുപോലെ 3/15നെ മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തോ, എത്രയാവും? 6, അടിയിലെന്താവും? 30. കണ്ടോ? അപ്പോൾ 1/3യെയും 1/5നെയും രണ്ട് ഡിഫറെൻറ്റ് ഫോമുകളിൽ നമ്മൾ എഴുതി. 5/15 എന്നും എഴുതി, 3/15. പ്രത്യേകത എന്താ? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അതുപോലെ തന്നെ ഈ 5/15 ആണല്ലോ 1/3, അതിനെ തന്നെ നമുക്ക് 10/30 എന്ന് എഴുതി. അതുപോലെ 3/15 എന്താണ്? 1/5 അല്ലേ? അതിനെ നമുക്ക് 6/30 എന്ന് എഴുതാൻ പറ്റി. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്തായി? സെയിം ആക്കിയല്ലേ എഴുതിയത്. സി പാർട്ട് ചോദ്യം. ഇഫ് 52 kilograms of rice is packed equally in 8 packets, how many kilograms of rice will be in each packet? 52 കിലോഗ്രാം അരി എന്ത് ചെയ്യാണ്? തുല്യമായ 8 പാക്കറ്റുകളിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് വിൽ ബി ഇൻ ഈച്ച് പാക്കറ്റ്? ഓരോ പാക്കറ്റിലും എത്ര കിലോഗ്രാം അരി ഉണ്ടാവും? അപ്പോൾ നമുക്കുണ്ടായിരുന്ന ടോട്ടൽ എത്ര കിലോഗ്രാം അരിയാണ് ഉണ്ടായിരുന്നത്? 52 കിലോഗ്രാം അരി ഉണ്ടായിരുന്നു. എത്ര പാക്കറ്റുകളിലാണ് നിറച്ചത്? 8 പാക്കറ്റുകളിലാണ് നിറച്ചത്. അങ്ങനെയാണെങ്കിൽ ഈച്ച് പാക്കറ്റിൽ, ഓരോ പാക്കറ്റിലും എത്രയായിരിക്കും? ഈച്ച് പാക്കറ്റ് വിൽ കണ്ടെയ്ൻ, ഓരോ പാക്കറ്റിലും എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? 52നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 52 ഡിവൈഡഡ് ബൈ 8. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കാം. 52നെ നമുക്ക് 8 ഇപ്പോൾ 4ൻ്റെ ടേബിളിലില്ലേ? അപ്പോൾ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4 എന്ന് എഴുതാം. അതുപോലെ 4ൻ്റെ ടേബിളിൽ 52 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 4ൻ്റെ ടേബിളിൽ 52 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 52നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. 52 ഡിവൈഡഡ് ബൈ 4, 13 അല്ലേ? എത്ര പ്രാവശ്യമാണ്? 13 × 4 ആണ് 52. അപ്പോൾ 4 ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? 13/2 എന്ന് കിട്ടും. 13/2. ഈ 13/2നെ ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാമല്ലോ. 13/2നെ എത്രയാ? 5 2s are 10. എങ്ങനെ എഴുതാം? മിക്സഡ് ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതുന്നത്? 5 and 3/2. എങ്ങനെ എഴുതും?
5 and 3/2. 5 and 3/2. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞുതരാം. 52 കിലോഗ്രാം അരിയുണ്ട്, അതിനെ 8 പാക്കറ്റുകളിൽ നിറയ്ക്കണം. ഓരോ പാക്കറ്റിലും എത്രയുണ്ടാകും? എന്ത് ചെയ്താൽ മതി? 52നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 52/8 എന്ന് എഴുതാം. 52നെ നമുക്ക് 8ന് നോക്കൂ. 8ന് നമുക്ക് അറിയാവുന്ന ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട് അല്ലേ? അപ്പോൾ 8ന് നമ്മൾ 2 × 4 എന്ന് എഴുതി. അതുപോലെ 52നെ നമുക്ക് 13 × 4 എന്ന് എഴുതാൻ പറ്റും. അത് 52നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 4 ക്യാൻസൽ ആയി പോയിട്ട് 13/2 എന്ന് കിട്ടും. ഇനി 13/2 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 2s are 10 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റിമൈൻഡർ നമുക്ക് 3 എന്ന് വരും. നമ്മളെങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്? ആദ്യം കോഷ്യൻ്റ് എഴുതുക 5, പിന്നെ റിമൈൻഡർ 3 എഴുതുക, അടിയിൽ 2 എഴുതുക. 5 and 3/2. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ പാർട്ട്, ബി പാർട്ട്. അനദർ ഫോം ഓഫ് ദ ഫ്രാക്ഷൻ ഇൻ കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി. എയിൽ കുറച്ച് ഫ്രാക്ഷൻസ് ഉണ്ട്, ബിയിൽ കുറച്ച് ഫ്രാക്ഷൻസ് ഉണ്ട്. എയിൽ ഫ്രാക്ഷൻസിൻ്റെ മറ്റൊരു രൂപമാണ് ബിയിൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? മാച്ച് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻ കണ്ടെത്താനാണ്. നമുക്ക് നോക്കാം. 5/6. 5/6ൻ്റെ മറ്റൊരു രൂപം നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് നോക്കാമല്ലോ. 5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 5/6 ആണേ. 5/6ൽ 5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കൂ. മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്താലോ 10/12 എന്ന് കിട്ടും അല്ലേ? ഇതാ കിടക്കുന്നു 10/12 അല്ലേ? അപ്പോൾ എയുടെ മാച്ച് ഏതാണ്? 3 ആണ് അല്ലേ? എയുടെ മാച്ച് ഇവിടെ സൈഡിലോട്ട് എഴുതാം. എയുടെ മാച്ച് ഏതാണ്? 3, മൂന്നാമത്തതാണ്. ഇനി 3/4. 3/4നെ 3/4 എടുക്കൂ. 3/4നെ ഇവിടെ 12 ഒക്കെ ഇവിടെ കിടക്കുന്നു. അപ്പോൾ 4ൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 12 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കൂ. മുകളിലും താഴെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 9/12. ദാ 9/12 ഉണ്ട്. ഏതാണ്? ബിക്ക് മാച്ച് ഏതാണ്? അപ്പോൾ 1. ബിയുടെ മാച്ച് കിട്ടി. ഇനി സിക്ക് ഒരെണ്ണം അല്ലേ പിന്നെ ബാക്കിയുള്ള അവശേഷിക്കുന്നുള്ളൂ. സിയുടെ ഏതായിരിക്കും? 2. അപ്പോൾ A3 B1 C2 അല്ലേ? A3 B1 C2. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി ബി പാർട്ട് ചോദ്യം. റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോംസ് ഓഫ് 45/54, 32/72. ആദ്യം തന്നിരിക്കുന്നത് നമുക്ക് 45/54ൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനാണ്. 45/54ൻ്റെ ചെറിയ രൂപത്തിൽ എഴുതാൻ. നമുക്ക് 45 9ൻ്റെ ടേബിളുണ്ട്, 54 9ൻ്റെ ടേബിളുണ്ട്. അപ്പോൾ 45നെ നമുക്ക് 9 × 5 എന്ന് എഴുതാം. 54നെ 9 × 6 എന്ന് എഴുതാം. 9 ക്യാൻസൽ ആയിപ്പോൾ എന്ത് കിട്ടി? 5/6. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ 45/54ൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്താണ്? 5/6. ദെൻ അടുത്തത് തന്നിരിക്കുന്നത് 32/72 ആണ്. 32/72 നമുക്ക് ടേബിൾ അറിയാവുന്നതായിട്ട് ഇതിലില്ല. അപ്പോൾ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. 72നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3 2s are 6, 6 2s are 12. ഓക്കെ, 72നെ നമുക്ക് 36 × 2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 32നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴോ എന്താ കിട്ടുന്നത്? 16 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 16 × 2 എന്ന് എഴുതാൻ പറ്റും. 16 × 2 2 ക്യാൻസൽ ആയിപ്പോൾ. ഇനി 16ഒക്കെ നമുക്ക് ടേബിൾ അറിയാൻ പറ്റുന്നതാണ്. 4ൻ്റെ ടേബിളുണ്ട് അല്ലേ? 4 × 4 ആണ് 16. 4 4s are 16. അപ്പോൾ 4 × 4 36 എത്രയാണ്? 9 × 4 ആണ്. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ചെറുതായല്ലോ, 4/9 ആയിട്ട് മാറി. അപ്പോൾ 32/72ൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്താണ്? 4/9. സി പാർട്ട് ചോദ്യം. If 20 liters of coconut oil is filled into 6 identical bottles, how many liters of coconut oil will be in each bottle? 20 ലിറ്റർ കോക്കനട്ട് ഓയിൽ 6 ഐഡൻറ്റിക്കൽ ബോട്ടിൽസിൽ, ഒരുപോലുള്ള ബോട്ടിൽ നിറച്ചാൽ ഒരു ബോട്ടിലിൽ എത്രയായിരിക്കും അല്ലേ? അപ്പോൾ എത്രയാണ് നമുക്ക് ഉള്ളത്? 20 ലിറ്റേഴ്സ് എണ്ണയുണ്ട് അല്ലേ? 20 ലിറ്റർ എണ്ണയുണ്ട്. എത്ര ബോട്ടിൽ നിറയ്ക്കണം? 6 ബോട്ടിൽ നിറയ്ക്കണം. അപ്പോൾ ഒരു ബോട്ടിലിൽ എത്രയായിരിക്കും? ഒരു ബോട്ടിലിൽ എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 20നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു 10 × 2 എന്ന് എഴുതാം. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 എന്ന് എഴുതാം. 2 ക്യാൻസൽ ആയിപ്പോയി. 10/3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 10/3 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാമല്ലോ. 10/3. 3 3s are 9, റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനായിട്ട് എങ്ങനെ എഴുതാം? 3 കോഷ്യൻ്റ്, റിമൈൻഡർ 1, 3 and 1/3. 3 and 1/3 ലിറ്ററാണ് ഒരു ബോട്ടിലിനകത്തിരിക്കുന്ന. എത്രയാണ്? 3 and 1/3 ലിറ്റർ.